ഹലോ, ഈ വരുന്ന ഒക്ടോബർ 30-നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ KWA ഗ്രേഡ് 3 ഓവർസിയർ എക്സാം വരാൻ പോകുന്നത്. അപ്പൊ ഈ വരുന്ന ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് ഒക്ടോബർ 30 നടക്കുന്ന ഈ ഒരു എക്സാമില് നമുക്ക് ഏകദേശം പകുതിയോളം മെക്കാനിക്കൽ ടോപ്പിക്സും ബാക്കി പകുതിയോളം വരുന്നത് സിവിൽ ടോപ്പിക്സുകളുമാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ ഓൾറെഡി സിവിലിന്റെ ക്ലാസ്സുകൾ സൈലം ടെക്നിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ ഈ വരുന്ന ഒക്ടോബർ 30 നടക്കുന്ന KWA ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് സൈലം ടെക്നിക്കൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നോക്കാം. അപ്പൊ ഫസ്റ്റ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞ ഇതിലെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്താണ്, ലൈവ് ക്ലാസ്സുകളാണ്. ഈ ഒരു കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളായിട്ടുള്ള ഈ ഒരു കോഴ്സിന്റെ ഫീസ് വരുന്നത് 999 മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം 38 മാർക്കാണ് മെക്കാനിക്കൽ മാത്രമായിട്ടുള്ള ടോപ്പിക് വരുന്ന ആ ഒരു എക്സാമിന്റെ KWA ഗ്രേഡ് 3 ഓവർസിയർ എക്സാമിന്റെ സിലബസിൽ വരുന്നത്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് 38 മാർക്കിന്റെ സിലബസിന്റെ ക്ലാസ്സുകൾ 100-ലധികം അവറുകൾ വരുന്ന ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 999 ആണ്. അപ്പൊ നമുക്കിനി ഒരുപാട് സമയമൊന്നും ആലോചിച്ചിരിക്കാനില്ല. കാരണം ഒക്ടോബർ 30 എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ എത്രയാണ്, ഏകദേശം നമ്മുടെ മുന്നിൽ 90 ദിവസം അല്ലെ നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മെക്കാനിക്കൽ ബാച്ച് ഈ ഒരു 38 മാർക്കിന് വരുന്ന ഈ ഒരു കോഴ്സിൽ നമുക്ക് ഏകദേശം 100-നടുത്ത് അവറുകളാണ് ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ ഈ ഒരു 2 മാസം, ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ദിവസം 1-2 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളിലൂടെ സെപ്റ്റംബർ അവസാനം ആകുമ്പോഴത്തേക്കും നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ തീരുന്ന രീതിയിലാണ് ഈ ഒരു ബാച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പിന്നെ ഒരു മാസം നമുക്ക് റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ ചെയ്യാനും ടെസ്റ്റുകൾ നമുക്ക് എക്സാംസുകൾ മെക്കാനിക്കൽ ടോപ്പിക്സ് എന്നുള്ള എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ നമുക്ക് സമയം കിട്ടും. അപ്പോ മെക്കാനിക്കൽ ടോപ്പിക്സ് വന്നത് കൊണ്ട് ഞാൻ ഈ വരാൻ പോകുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് തീരുമാനം എടുത്തവർ അതൊക്കെ മാറ്റിക്കോ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു 2 മാസം കൊണ്ട് അതിൽ പറയുന്ന 38 മാർക്കിന്റെ മെക്കാനിക്കൽ ടോപ്പിക്സുകൾ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് പഠിച്ചെടുക്കാം. കാരണം അതിൽ പറഞ്ഞ ആ ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ITI നിമി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ അതിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക, അതിൽ പറഞ്ഞ ആ കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 38-ൽ മിനിമം 35 മാർക്ക് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ബാച്ചിൽ ഞാൻ പറയാം, ദിവസം നിങ്ങൾ സിവിൽ പഠിക്കുന്നവരാണെങ്കിൽ അതിന്റെ കൂടെ ഒരു 1 അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ചാൽ മതി. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു മെക്കാനിക്കൽ ടോപ്പിക്സ് ഫുൾ ആയിട്ട് ലൈവ് ക്ലാസ്സുകളാണ്. അപ്പൊ അത് അറ്റൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ സിവിലുകാർ മെക്കാനിക്കൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ടുകൾ വരും. നോ പ്രോബ്ലം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ കംപ്ലീറ്റ് ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് നമ്മൾ സെപ്റ്റംബർ അവസാനം ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് സിലബസുകൾ കവർ ചെയ്താലും ഒക്ടോബർ 30 വരെ എക്സാം വരെ നിങ്ങൾക്ക് എന്താണ്, ഈ ബാച്ച് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് സെക്ഷനുകൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഒരു ഭാഗം വന്നാല് 1, 2, 3, 4 തവണ നിങ്ങൾക്ക് ഒക്ടോബർ 30 വരെ എന്ത് ചെയ്യാം, ആ പറയുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. എക്സാംസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ എക്സാം വരെയാണ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പൊ ഇതിൽ ലൈവ് ക്ലാസ്സുകളാണ് നമ്മളുടെ ടോപ്പിക്കുകൾ വരുന്നത്. അതിന്റെ റെക്കോർഡ് അത് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അവൈലബിൾ ആയിരിക്കും, എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. പിന്നെ ക്ലാസ്സുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മെക്കാനിക്കൽ എടുക്കുമ്പോൾ അതെങ്ങനെ സിവിലുകാർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നറിയുന്ന ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിന്റെ ആ ബേസിക് കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ എക്സാം ലെവൽ വരെ ഒരുപാട് നമ്മൾ കയറ്റിയെടുത്തിട്ടും കാര്യമില്ല. കാരണം എന്താ, ITI ലെവലുള്ള നിമി ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ സിലബസും ക്വസ്റ്റ്യൻസുകളും വരുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് കയറി എടുത്തിട്ടും കാര്യമില്ല. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എന്താണോ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ബേസിക് കാര്യങ്ങളിൽ നമ്മുടെ ആ സിലബസിൽ പറഞ്ഞത് വരെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസുകൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. ടെസ്റ്റ് സീരീസ് അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഒരു ചാപ്റ്ററുകൾ തീരുന്നതിനനുസരിച്ച് അതിലെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അതിലെ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സെഷൻസുകൾ ഉണ്ടാവും. അത് നിങ്ങളോട് നേരത്തെ പറയും, നിങ്ങൾക്ക് പഠിച്ചു വന്നിട്ട് എന്ത് ചെയ്യാം, ആ ഒരു സമയത്ത് വന്നിട്ട് ഡൗട്ട്സുകളൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അതല്ല ക്ലാസ്സുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാനുണ്ടാവും. അതുപോലെ തന്നെ ജിബിൻ സർ മെക്കാനിക്കൽ, അതുപോലെ ഞാനും ജിബിൻ സറും ആയിരിക്കും മെക്കാനിക്കലിന്റെ ടോപ്പിക്സുകൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കറക്റ്റ് പോയിന്റുകളായിട്ട് ഒരുപാട് വാരി വലിച്ചല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ കൂടെ അതിൽ പറഞ്ഞ പോയിന്റുകൾ പോയിന്റ് വൈസ് ആയിട്ട് എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ പ്രീവിയസ്ലി ഈ പറഞ്ഞ ടോപ്പിക്കുകൾ പറഞ്ഞ PSC എക്സാംസുകളിൽ ചോദിച്ചിട്ടുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. കുറെ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക, എക്സാം പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ.
അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ഞാൻ പറഞ്ഞു 38 മാർക്കിൽ വരുന്ന മൊഡ്യൂളുകൾ ഇതാണ്. നമ്മുടെ ഡ്രോയിങ്ങിലെ ചെറിയൊരു ഭാഗം, സ്ക്രൂ ഫാസ്റ്റനേഴ്സിലെ ഒരു ഭാഗം, അതുപോലെ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്, ബിയറിംഗ്സ്, ദെൻ നമ്മുടെ വെൽഡ് ലോക്കിംഗ് ഡിവൈസ്, ബിയറിംഗ്, ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ്, ദെൻ നമുക്ക് പറയാം ലിമിറ്റ്സ്, ഫിറ്റ്സ്, ടോളറൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഏത് വരുന്നത് സിലബസിൽ നമുക്ക് വരുന്നത്. പൈപ്പ് ജോയിന്റ് മൊഡ്യൂള് 3ന്റെ കേസിൽ ഇതുണ്ട്, നമുക്ക് പൈപ്പ് ജോയിന്റ് ആണ് മാറിയതാണ്. പൈപ്പ് ജോയിന്റ് ആൻഡ് കാര്യങ്ങളാണ് വരുന്നത്. റിവറ്റ് ജോയിന്റ് ആണ് വരുന്നത്. അപ്പൊ വീണ്ടും ഞാൻ പറയുന്നത് 100 അവർ വരുന്ന നമ്മൾ ഈ ഒരു 3 മാസം ഞാൻ പറഞ്ഞില്ലേ അത്രയും നിമി ഓറിയന്റഡ് ആയിട്ടുള്ള 100 അവർ വരുന്ന കംപ്ലീറ്റ്ലി ലൈവ് ബാച്ച്. ഈ ഒരു ബാച്ചിന് ഫീസ് വരുന്നത് 999 മാത്രമാണ് അല്ലെ. 999 മാത്രമാണ്. വളരെ കുറഞ്ഞൊരു ഫീസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന ഒരുപാട് ഒഴിവുകൾ വരുന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ PSC ടെക്നിക്കൽ എക്സാംസുകളിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് വാക്കൻസികൾ നടക്കുന്ന പോസ്റ്റുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാംസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അത്യാവശ്യം നമ്മുടെ മുന്നിൽ സമയമുണ്ട്. പ്രത്യേകിച്ച് സിവിലുകാരാണെങ്കിൽ അവരിതാ ജൂലൈ മാസത്തിലുള്ള PWD ഗ്രേഡ് 3 എക്സാമിനും ഹാർബർ ഗ്രേഡ് 2-3 എക്സാമിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അതേ ടോപ്പിക്സുകൾ തന്നെയാണ് സിവിൽ വരുന്നത്. അപ്പൊ ആ ടോപ്പിക്കുകൾ നമ്മളിങ്ങനെ കൂടെ കൊണ്ടുപോയി അതിലെ ക്വസ്റ്റ്യൻസുകളും റിവൈഷൻ ഒക്കെ ചെയ്ത് ഈ പറയുന്ന മെക്കാനിക്കൽ ടോപ്പിക്കുകളും കൂടെ ഒന്ന് നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് എത്താം. കാരണം എന്താണ്, മെക്കാനിക്കൽ ആർക്ക് സിവിൽ ടോപ്പിക്സുകളും പഠിക്കണം. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ഏകദേശം ഈക്വൽ വെയിറ്റേജ് ആണ്. മെക്കാനിക്കൽ 38 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോമൺ ടോപ്പിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ പോലുള്ള കോമൺ ടോപ്പിക്സ് രണ്ടുപേർക്കും വരുന്നുണ്ട്. അപ്പോ എന്താണ്, രണ്ടുപേർക്കും ഒരുപോലെ പ്രിപ്പയർ ചെയ്താൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നും കൂടി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ, ഓൾറെഡി ഓവർസിയർ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സിവിൽ കാൻഡിഡേറ്റ്സിനാണ്. അപ്പൊ മറക്കണ്ട, നമ്മൾ ഈ ഒരു ജൂലൈ 28-നാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ എന്ത് ചെയ്യുക, അതില് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഡെമോ ക്ലാസ്സുകളും മാരത്തോൺ ക്ലാസ്സുകളും കാണാം മെക്കാനിക്കലിന്റെ. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ നോക്കുക, ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ വരുന്ന ഒക്ടോബർ 30-ന് വരുന്ന നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 3 KW ഗ്രേഡ് 3 എക്സാം നിങ്ങൾക്ക് മെക്കാനിക്കൽ ടോപ്പിക്സുകൾ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. നമുക്ക് ഈ വരാൻ പോകുന്ന എക്സാംസിൽ നല്ലൊരു റാങ്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, ഗവൺമെന്റ് ജോലി, നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ ഗവൺമെന്റ് ജോലി എന്ന നമ്മുടെ സ്വപ്നം നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.